JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കിയായിട്ടാണ്. അതായത് ബുധൻ്റെ നീചരാശിയും ശുക്രൻ്റെ യോഗവും നൽകുന്ന സൂചനയെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തു. അത് പൊതുവായ കുറേ ഫലങ്ങളാണ്. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഓരോ രാശിക്കാർക്കും അല്ലെങ്കിൽ ഓരോ ലഗ്നക്കാർക്കും എങ്ങനെയായിരിക്കും അത് അനുഭവപ്പെടുക, അതിൻ്റെ ഗുണവും ദോഷവും എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇത്. മേടം ഇടവം രാശിക്കാരുടെ ഫലങ്ങളെയാണ് ഈ വീഡിയോ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുംഭമാസവും ബുധൻ്റെ നീചരാശിയും ശുക്രയോഗവും നൽകുന്ന സൂചന പറഞ്ഞ് ചെയ്ത വീഡിയോയിൽ ഓരോരുത്തരുടെയും ഫലം പറഞ്ഞിരുന്നില്ല. അക്കാര്യം ഈ വീഡിയോയിൽ പറയുന്നു. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കുംഭമാസ ഫലമാണ് ഇതിൽ പറയുന്നത്. കുംഭം 5-ാം തീയതിയും 26-ാം തീയതിയും കുംഭം 28-ാം തീയതി ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ വരുന്ന അവസ്ഥാവിശേഷത്തിൻ്റെ ഫലമായി ഗ്രഹയുദ്ധം നടക്കുന്നു എന്നതാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത. ഫെബ്രുവരി 17 ശനിയും ശുക്രനും തമ്മിലും, മാർച്ച് 10-ാം തീയതി ശുക്രനും ബുധനും തമ്മിലും, മാർച്ച് 12-ന് ബുധനും ശുക്രനും തമ്മിലുമാണ് ഈ ഒരു ഗ്രഹയുദ്ധം നടക്കുന്നത്. അത് ഇതിൻ്റെ സഞ്ചാരത്തിലെ ഡിഗ്രി കണക്കാക്കി ഏകരാശി ഏകാംശത്തിൽ വരിക, അതുപോലെ തന്നെ ചില പ്രത്യേക സ്ഥാനത്ത് വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ ഗ്രഹയുദ്ധമായിട്ടൊക്കെ പറയുന്നത്. ഫെബ്രുവരി 17 ശുക്രനും മാർച്ച് 10-ന് വീണ്ടും ശുക്രനും മാർച്ച് 12-ാം തീയതി ബുധനുമാണ് ഈ ഗ്രഹയുദ്ധത്തിൽ ജയിക്കുന്നത്. ഈ വീഡിയോ മേടം ഇടവം രാശിക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. മേടം രാശിക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം. ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഫെബ്രുവരി 27 വരെ ബുധൻ 11-ൽ കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത്. ഇവരുടെ ജന്മാധിപൻ ചൊവ്വയാണ് മേടൻ രാശിക്കാരുടെ. അപ്പോൾ ചൊവ്വയുടെ ശത്രുവാണ് ബുധൻ 11-ൽ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആഗമന സ്ഥാനമാണ് ഈ 11-ാം ഭാവം. ബുധൻ ബന്ധുവും സുഹൃത്തും സഹപാഠിയുമൊക്കെ ആയിട്ടാണ് പറയുന്നത്. ശത്രുതാ മനോഭാവത്തോടെ ബുധൻ വരുന്നത്, അതായത് ശത്രുരാശിയിലേക്ക് വരുന്നത് അത്ര നല്ലതല്ല എന്ന് പറയേണ്ടി വരും. 11-ാം ഭാവമായതുകൊണ്ട് ലാഭസ്ഥാനമാണ്. ഈ രാശിക്കാർക്ക് വലിയ ഗുണം, ലാഭം ഉണ്ടാക്കി തരാം എന്നു പറഞ്ഞു വരുന്ന ബുധനെ സൂക്ഷിക്കണം എന്നാണ്. ബുധൻ സഹപാഠികളും വിദ്യാഭ്യാസപരമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരും കമ്മ്യൂണിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നവരും ബന്ധുക്കളുമൊക്കെ ആയിട്ടാണ് സൂചിപ്പിക്കാറുള്ളത്. കാര്യങ്ങൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവൊക്കെ ബുധനുണ്ട്. അത് നേരിട്ടോ സോഷ്യൽ മീഡിയ വഴിയോ ആകാം എന്നുള്ളതാണ്. കാരണം ബുധൻ കമ്മ്യൂണിക്കേഷന് പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ്. വിവര സാങ്കേതിക വിദ്യയും ബുധനെ സംബന്ധിച്ചാണ് പ്രാധാന്യമായിട്ട് ചിന്തിക്കുന്നത്. എന്തെങ്കിലും കേട്ടാൽ ആലോചിച്ച് പ്രവർത്തിക്കുക, അതിനാണ് ഇത്രയും പറഞ്ഞത്. കാരണം പെട്ടെന്നുള്ള ആവേശം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടാൽ ഉടനെ അങ്ങ് വിശ്വസിച്ചങ്ങ് പുറകെ പോകാം എന്നൊന്നും വിചാരിക്കരുത്. ഏത് കാര്യമായാലും ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് സോഷ്യൽ മീഡിയയിൽ പോകുന്നത്. പല വിധത്തിൽ ലാഭം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് 11-ാം ഭാവത്തിലെ നിപുണയോഗം. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ചെറിയ ലാഭമൊക്കെ ഉണ്ടായി എന്നും വരാം. അതായത് ചെറിയ ലാഭമൊക്കെ നമുക്കുണ്ടാകും 11-ാം ഭാവം ആയതുകൊണ്ട്. അത് വലിയ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് കുഴപ്പം. നിപുണയോഗം ശനി ക്ഷേത്രത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യന് ശത്രുവായ ശനിയുടെ ക്ഷേത്രം ആകുമ്പോൾ ബുധന് ശനി സമനുമാണ്. കാരണം സൂര്യനും ബുധനും ചേരുമ്പോഴാണ് നിപുണയോഗം ഉണ്ടാകുന്നത്. പക്ഷെ അത് ഏത് രാശിയിലാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവിടെ കുംഭൻ രാശിയിൽ ശനിയോടൊപ്പമാണ് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൂര്യൻ്റെ ശത്രുവാണ് ശനി. ബുധനെ സംബന്ധിച്ച് പറഞ്ഞാൽ ബുധൻ സമനുമാണ്. അതായത് ഒരേ തരത്തിലുള്ള വ്യക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. മൂലക്ഷേത്രത്തിലെ ശനി ബുധനെ കൂടുതൽ അടുപ്പിക്കും അല്ലെങ്കിൽ സ്വാധീനിക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ബുധനും ശനിയും തമ്മിൽ നോക്കുമ്പോൾ ബുധൻ്റെ സമനായി ശനിയുടെ ബന്ധുവായി ബുധൻ വരുന്നു. ഈ ബന്ധം നിപുണയോഗത്തിൽ നല്ല ഫലത്തെ കുറയ്ക്കും. അതായത് സൂര്യനും ബുധനും ചേരുമ്പോഴാണ് നിപുണയോഗം വരുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇത് പഠിക്കാനുള്ള കഴിവ്, ബുദ്ധിപരമായ കഴിവ്, അതുപോലെ തൊഴിൽപരമായ പുരോഗതി, കൂടുതൽ ഉയരങ്ങളിലെത്താനുള്ള പ്രചോദനം,
അങ്ങനെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് അതിലൂടെ വിജയം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് നിപുണയോഗത്തിൻ്റെ ഒരു പ്രധാനമായ കാഴ്ചപ്പാട്. ഈ കഴിവിനെ ശനിയുടെ സ്വാധീനം മൂലം മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നു എന്നതാണ് ഇവിടെ പ്രത്യേകത. സൂര്യനുമായി ശത്രുതയുള്ളതിനാൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ സർക്കാരിനെ എതിർക്കുക, കുടുംബകാര്യങ്ങളിൽ അച്ഛനെ അഥവാ കാരണവരുണ്ടെങ്കിൽ അവരെ എതിർക്കുക. ചുരുക്കത്തിൽ ഏതു മേഖലയായാലും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരുമായി ഭിന്നിപ്പുണ്ടാക്കി മനസ്സു മാറ്റുക, ഇതിനേക്കാൾ വലുത് വേറെ കിട്ടുമെന്ന് മോഹിപ്പിക്കുക. അതുവഴി സാമ്പത്തികവും തൊഴിൽപരമായ കാര്യത്തിലും അതുമൂലം ജീവിതത്തിൻ്റെ പല മേഖലയിലെയും ക്ലേശങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുക. സൂര്യനും ബുധനും ശനിയും ഒന്നിക്കുമ്പോൾ അത് സാമ്പത്തികമായ നഷ്ടത്തെയും കൂടെ നിന്ന് സഹായിച്ച് ഗുണമുണ്ടാക്കിയവർ മാറി അകന്നു നിന്ന് നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും സാഹചര്യവും ഒറ്റപ്പെടുത്തലും അതുപോലെ വിശ്വാസ്യത കുറയുന്ന കൂടെ നിൽക്കുന്നവർക്ക് തന്നെ വിശ്വാസ്യത ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യവുമൊക്കെ ഈ 3 ഗ്രഹങ്ങളുടെ യോഗം മൂലം തൽക്കാലം ചില ലാഭമൊക്കെ ഉണ്ടാക്കിയാലും ഫലം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം 11ാം ഭാവത്തിലായതുകൊണ്ട് ഇത് ഭാവിക്കും, അതായത് ഈ 3 ഗ്രഹങ്ങളുടെയും ഒരു കോമ്പിനേഷൻ നോക്കുമ്പോൾ ഈ നിപുണയോഗത്തിൽ ഭാവിക്കും അതൊരു തകരാറായിട്ട് സംഭവിക്കാം. ഫെബ്രുവരി 27 ശേഷം ബുധൻ മീനൻ രാശിയിലേക്ക് പോകുമ്പോൾ അത് നഷ്ടസ്ഥാനത്തായിട്ട് ആണ് വരുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാ കാര്യത്തിലും കൂടെ നിന്നവർ മാറി അകന്നു പോകാനുള്ള ഒരു സാഹചര്യം വരാം. പിന്നീട് വരുന്നവർ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പ്രചോദനം നൽകും. അങ്ങനെ ബുദ്ധിശൂന്യമായ പല കാര്യങ്ങളിലും പെട്ടെന്ന് ചെന്നുവിടും. അതുപോലെ ശുക്രയോഗം, ബുധശുക്രന്മാർ ബന്ധുക്കളാണ്. എന്നാൽ നീചനായ ബുധന് നീചമായ കാര്യങ്ങളോടാണ് താല്പര്യം ഉണ്ടാവുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. സുഖം, സന്തോഷം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ശുക്രൻ ശ്രമിക്കുമ്പോൾ അതിനെ വേറെ ഒരു രീതിയിൽ കാണാനാണ് ബുധൻ അതിനുള്ള വഴിയൊരുക്കുന്നത്. രാഹു അന്യസംസ്കാരത്തെയും രാജ്യാന്തര ബന്ധത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യങ്ങളിലെ ഗുണങ്ങളെ മറച്ചു വെച്ച് അതിലെ മോശമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപാകത ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് അതിനെ വിപുലമായി ചിത്രീകരിച്ച് മൊത്തത്തിൽ അത് മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള അതുപോലെ വിവരമില്ലായ്മയുമാണ് ബുധൻ കാണിക്കുക. കാരണം അത് നീചരാശിയിലാണ്. ബുധൻ അറിവിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ ഗ്രഹമാകുമ്പോൾ അത് നീചരാശിയിൽ നിൽക്കുമ്പോൾ ഈ ബുദ്ധിയും കഴിവും അറിവും ഒക്കെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു സ്വഭാവം വരും എന്നതാണ് നമ്മളിതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ജന്മാധിപനായ ചൊവ്വ 6ാം ഭാവാധിപത്യം വഹിച്ചാണ് 3ൽ നിൽക്കുന്നത്. പോരാടി മുന്നോട്ട് പോകാനുള്ള പ്രചോദനമൊക്കെ നൽകും. ഈ സാഹചര്യത്തിൽ ഭാഗ്യത്തിൻ്റെ ഗ്രഹമായ വ്യാഴം നഷ്ടത്തിൻ്റെ ആധിപത്യം വഹിച്ചാണ് 2ൽ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ഭാഗ്യവും ഉയർച്ചയും കുടുംബപരമായ മെച്ചവും ലഭിക്കേണ്ട സ്ഥാനത്ത് ചില ചില്ലറ ഗുണങ്ങളും അതുപോലെ അതിനേക്കാൾ മെച്ചപ്പെട്ടതെന്നോ അല്ലെങ്കിൽ മോശമായതെന്നോ പറയാവുന്ന ദോഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. അതായത് കുറേ ഗുണങ്ങൾ നമുക്ക് ഈ മാസം ഉണ്ടാകും, അതുപോലെ തന്നെ കുറേ മോശമായ അവസ്ഥയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, കൂടെ നിൽക്കുന്നവർ, ബന്ധുക്കൾ, വിദ്യാഭ്യാസം ചെയ്യുന്നവർ, വിദ്യാഭ്യാസവും തൊഴിലും വിചാരിച്ച് പഠിക്കുന്നവർ, അന്യദേശത്ത് പോകുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം വരാം. പുറമേ നോക്കുന്നവർക്ക് വലിയ കുഴപ്പമൊന്നും തോന്നത്തില്ല എന്നുള്ളതാണ് ഓരോരുത്തരെയും സംബന്ധിച്ച് നോക്കുമ്പോൾ. എന്നാൽ അകമേ നോക്കുമ്പോൾ വലിയ മെച്ചമൊന്നും കാണാനും സാധിക്കത്തില്ല. കാരണം മേടം രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, മേടലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ല സമയമാണെന്നായിരിക്കും മിക്കവാറും ഉള്ളവരെല്ലാം പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, പുറമേ നോക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നതായും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ അകമേ നോക്കുമ്പോഴാണ് ഇതിൻ്റെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പലപ്പോഴും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലെ വിഷമതകളും ആ ഒരു അസ്വസ്ഥതയുമൊക്കെ ആരും അറിയാതെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കും ഇവർക്ക്. അതൊന്നും പുറമേ കാണിക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല. മേടം രാശിക്കൂറായാലും മേടം ലഗ്നക്കാരായാലും ഫലം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും.
നമ്മൾ ഇടവം രാശിയിലേക്ക് പോകുമ്പോൾ ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ. ഇതാണല്ലോ ഇടവം ലഗ്നക്കാർക്ക് അഥവാ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രാധിപത്യമുള്ള സൂര്യനും ശനിയും ഗുണഫലം തരും. അവർ ഇഷ്ടഭാവത്തിൽ വരണമെന്നേ ഉള്ളൂ. കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനിയും സൂര്യനും ഗുണം ചെയ്യും. കാരണം പാപഗ്രഹങ്ങൾ കേന്ദ്രാധിപത്യ ദോഷം ഒന്നും അവർക്കില്ല. അവർ കേന്ദ്രാധിപത്യം ഉള്ള രീതിയിൽ ഏതെങ്കിലും ഇഷ്ടഭാവത്തിൽ വന്നാൽ അത് നല്ല ഗുണം ചെയ്യും എന്നുള്ളതാണ്. തൊഴിൽപരമായ പല മാറ്റങ്ങളും സാമ്പത്തികമായ ഒരു ചേഞ്ചും ഈ മാസത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൂര്യൻ സർക്കാർ സംബന്ധമായ ജോലിയിലൊക്കെ മികവുണ്ടാക്കും. അതുപോലെ തന്നെ ഫെബ്രുവരി 27 വരെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കും അതിൻ്റെ പ്രയോജനമുണ്ടാകും. ITI മേഖല, ലാസ്റ്റ് ഗ്രേഡ് ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് സാധാരണയായിട്ട് ശനി. അതിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പദവിയിലേക്ക് ഉയരാൻ സഹായിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലൊക്കെ മെച്ചമുണ്ടാകും. സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടും കായികാധ്വാനവും ചില പ്രയാസങ്ങളും ടെൻഷനും ഒക്കെയുള്ള ജോലിയാണെങ്കിൽ പോലും വരുമാനവും അത്ര മെച്ചമായിട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് തൊഴിൽപരമായ ഒരു മാറ്റം, അതൊരു പക്ഷേ സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ തൊഴിലിൽ ഒരു ചേഞ്ച് ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതയും നമുക്കിവിടെ കാണാം. ഫെബ്രുവരി 27 ശേഷം വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവ പ്രതീക്ഷിക്കുന്നവർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കൊന്നും നല്ല സമയമല്ല. പങ്കാളിയുമായുള്ള കാര്യത്തിൽ ചില വിഷമതകളൊക്കെ വരാം. സാമ്പത്തിക പ്രശ്നം മൂലമുള്ള പ്രശ്നങ്ങൾ, അതുപോലെ കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്ക് തർക്കങ്ങൾ, അതുപോലെ വിവാഹ സംബന്ധമായ കാര്യത്തിൽ വാക്ക് തർക്കം മൂലം തടസ്സമോ മാറ്റിവെക്കലോ ഒക്കെ വരാവുന്ന ഒരു സാഹചര്യം. ജന്മാധിപനും ലഗ്നാധിപനുമായ ശുക്രൻ 11 ഭാവത്തിൽ സർവാഭീഷ്ടകാരകനായിട്ട് സർവ്വ ഐശ്വര്യവും നൽകാൻ വേണ്ടി 11-ൽ ദേവീ സാന്നിധ്യം അറിയിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ 11-ാം ഭാവാധിപനായ വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ ജന്മരാശിയിൽ നിൽക്കുന്നു. ഇത് വളരെ നല്ല കാര്യമാണ്. ഇത് ഐശ്വര്യവും സുഖവും ഗുണവും ലാഭവും ഒക്കെ തന്നെ പല തരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യത്തെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നാൽ പണം മുടക്കി വിദ്യാഭ്യാസം ചെയ്യുന്നവരെ സംബന്ധിച്ചും ഉന്നത വിദ്യാഭ്യാസം, വിദേശ വിദ്യാഭ്യാസം, ജോലി ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നവർക്കോ അല്ലെങ്കിൽ പോകാൻ തീരുമാനിച്ചവർക്കോ നല്ല സമയമല്ല. മറ്റു സുഖം തേടി അവരുടെ പഠനം അവതാളത്തിലാവുകയോ മുടങ്ങുകയോ തിരികെ പോരാനുള്ള സാഹചര്യം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതെല്ലാം ഫെബ്രുവരി 27 മുതൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലും ചില വിഷമതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചൊവ്വ അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സുബ്രഹ്മണ്യ സ്വാമിക്കും ഭദ്രകാളിക്കും വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഈശ്വര വിചാരത്തോടു കൂടി മുന്നോട്ട് പോകുന്നതുമൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വ്യാഴവും ശുക്രനും ഒക്കെ നല്ല നിലയിലായതുകൊണ്ട് തന്നെ, അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് മെച്ചവും ഒരുപാട് ഗുണവും ഒരുപാട് സന്തോഷവും ഒക്കെ ഈ മാസം ഉണ്ടാക്കി തരുമെങ്കിലും മറ്റ് ചില കാരണങ്ങളാൽ, അതായത് സന്താനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർക്ക് അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകുന്നില്ല എന്നതും ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്നതും അവരെ സംബന്ധിച്ച് ചിലപ്പോൾ വിഷമത്തിന് കാരണമാകാം. പ്രത്യേകിച്ച് വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മെച്ചമുള്ള ഒരു കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.